സമാപനത്തിലേക്ക് കടക്കാൻ സമയമായി. ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ എന്നവരെ വിളിച്ചു. ബിലാലേ, അപ്പോഴേക്കും നബി തങ്ങൾ വഫാത്തായി 8 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ബിലാലേ, നിങ്ങൾ ആ വാങ്കൊന്ന് വിളിക്കുമോ? നിങ്ങൾ ആ വാങ്കൊന്ന് വിളിക്കുമോ? പറ്റില്ല നടന്നവരെ, പറ്റില്ല, പറയരുത് എന്നോട്. ബിലാൽ, ഇത് മസ്ജിദുൽ അഖ്സയാണ്, ഇവിടെ വാങ്ക് വിളിച്ചിട്ട് എത്ര കാലമായി? പരിശുദ്ധ ഹബീബിന്റെ കാലത്ത് ഹബീബായ നബി തങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങ് വാങ്ക് വിളിച്ച പോലെ ഒന്ന് വാങ്ക് വിളിക്കുമോ? യഅ്ഫിനി യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ എന്നൊന്ന് ഒഴിവാക്കി തരുമോ? എന്നൊന്ന് ഒഴിവാക്കി തരോ? ഉമർന്നവർ കാണുകയാണ് പറയാ, ഒന്ന് വാങ്ക് കൊടുക്ക് ബിലാലെ, നിങ്ങൾ വാങ്ക് വിളിക്കണം, നിങ്ങൾ വാങ്ക് വിളിക്കണം. സ്വഹാബിമാര് പറഞ്ഞു, യാ ബിലാൽ ഇത്തഖില്ലാഹ് സഅലക അമീറുൽ മുഅ്മിനീൻ. ബിലാലെ, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണ്ടേ, അമീറുൽ മുഅ്മിനീൻ അല്ലേ നിങ്ങളോടാ പറയുന്നത്, കേട്ടൂടെ, ഒന്ന് വാങ്ക് വിളിച്ചൂടെ? എന്നാ പിന്നെ കൊടുക്കാം. ഹബീബ് വഫാത്തായതിൽ പിന്നെ ആദ്യമായി വാങ്ക് വിളി വീരുകയാണ് മസ്ജിദുൽ അഖ്സയുടെ മുകളിൽ നിന്ന്. മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി കുരിശുയുദ്ധങ്ങളിലൂടെ ആ പരിശുദ്ധമായ മണ്ണിനെ മോചിപ്പിച്ച ചരിത്രം ആവർത്തിക്കാൻ പോകുന്നതിന്റെ മുമ്പ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ആ പരിശുദ്ധമായ പള്ളിമുനാരങ്ങളിലൂടെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വാങ്ക് വിളിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ കൂടെയുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സ്വഹാബിമാർ കരയാൻ തുടങ്ങി. വകാന അശദ്ദഹും ബുകാഅൻ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. സ്വഹാബിമാർ കരയാൻ തുടങ്ങി. കിബാറു സ്വഹാബ കരയുകയാണ്. സ്വഹാബകളിലെ പ്രമാണിമാരായ പ്രഗത്ഭരായ മുഴുവൻ ആളുകളും കരയുന്നു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കൽ ഉയരുന്നു. എത്രയോ വർഷങ്ങൾക്ക് പിന്നിലേക്ക് അവർ സഞ്ചരിച്ചു കഴിഞ്ഞു. ഹബീബിന്റെ യുഗത്തിലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞു. അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലെ നിങ്ങൾ ആ വാങ്കൊന്ന് വിളിക്കണേ, ആ വാങ്കിന്റെ ശബ്ദം കൊണ്ടൊരു സമാധാനം നൽകണേ എന്ന് ഹബീബ് പറഞ്ഞ കാലം ചരിത്രത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കുകയാണ്. കൂട്ടക്കരച്ചിലായിരുന്നു അന്ന്, കൂട്ടക്കരച്ചില്. അതിനുശേഷം ബിലാൽ എന്നവര് പിന്നെ വാങ്ക് വിളിച്ചില്ല. ഷാമിൽ മഹാനവറുകൾ ഒറ്റക്ക് തന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ കൂടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹുവിന് മദീന മുനവ്വറയിലെ രാജകുമാരൻ നമ്മുടെ മെഹബൂബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി തങ്ങൾ ബിലാൽ എന്നവരെ വിളിക്കുകയാണ്. മദീനയിലേക്ക് വിളിക്കുന്നു. സ്വപ്നദർശനത്തിലൂടെ സ്വപ്നദർശനമുണ്ടാകുന്നു. ബിലാൽ എന്നവർ ഹബീബിന്റെ വഫാത്തിന് ശേഷം പിന്നെ മദീനയിലേക്ക് പോയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ നിന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ സാറഹു വജ്ഹുർ റസൂൽ, ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ മുഖം സ്വപ്നത്തിൽ കാണുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസിലുണ്ടല്ലോ, മൻ റആനി ഫിൽ മനാമി ഫസൗഫ യറാനി ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി. വേറെയും വാക്കുകളിൽ ഈ ഹദീസ് വന്നിട്ടുണ്ട്. ഹബീബിനെ കാണുന്നവർ ഹബീബിനെ തന്നെയാണ് കാണുന്നത്. ഹബീബിനെ കാണുന്നവർ ഹബീബിനെ തന്നെയാണ് കാണുന്നത്. റസൂലുള്ളാഹി തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നു. ബിലാൽ തങ്ങൾ സന്തുഷ്ടനാണ്, ഹബീബിനെയാണ് കാണുന്നത് സ്വപ്നത്തിൽ. ഹബീബിനെ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅറാ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മനാം. ഹബീബായ തങ്ങൾക്ക് 10 കൊല്ലം ഖിദ്മത്ത് ചെയ്ത അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എന്റെ ഹബീബിനെ സ്വപ്നം കാണാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഹബീബിന്റെ വഫാത്തിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു എല്ലാ രാത്രിയിലും സ്വപ്നം കണ്ടിട്ടുണ്ട് ഹബീബിനെ. എന്തൊരു ഭാഗ്യമാണത്. മാ മിൻ ലൈലത്തിൻ ഇല്ലാ വഅറാ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് കരയുമായിരുന്നു മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു ബിലാൽ എന്നവര്. എന്താണാവോ ഹബീബിന് പറയാനുള്ളത്? എത്രയാണ് ഹബീബിന്റെ കൂടെ യാത്ര ചെയ്തത്? എത്ര നേരമാണ് ഹബീബിന്റെ കൂടെ നടന്നത്? അരിഹ്നാ ബിഹാ യാ ബിലാൽ
വാങ്ക് വിളിക്കുന്ന മുഴുവൻ ആളുകളും അബ്ശിറൂ, സന്തോഷിച്ചോളൂ, അത് ബിലാൽ തങ്ങളുടെ ലെഗസിയാണ് നിങ്ങൾ കൈമാറ്റം നടത്തുന്നത്, ആ പാരമ്പര്യമാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത്. ഹബീബിന് ഇഷ്ടമായിരുന്നു അത്. വാങ്ക് വിളിയുടെ ശബ്ദമുയരുന്നിടത്ത് പിശാച് പോലും ഓടിക്കളയുമെന്ന് ഹബീബല്ലേ പറഞ്ഞത്. പൈശാചിക ശല്യമുള്ളിടത്തെ വാങ്ക് വിളിക്കാനല്ലേ മഹാനായ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത്. അത്രയും മനോഹരമായ ആ ഒരു വാങ്കുലി മദീനയിൽ മുഴക്കി ഹബീബിന്റെ വഫാത്ത് നടന്നപ്പോൾ മദീന വിട്ട് ഷാമിലേക്ക് പോയ മഹാനായ ബിലാൽ എന്നവരെ സ്വപ്നത്തിൽ വന്ന് സന്ദർശിക്കുന്നു ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഹബീബിന് ബിലാൽ എന്നവരോട് പറയാനുള്ളതെന്നറിയുമോ? മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന ആളുകള് ഹജ്ജിന് പോയാൽ പോലും ഹബീബിനെ മദീനയിൽ ചെന്ന് കണ്ട് സലാം പറയാൻ മനസ്സ് വരാത്ത ദൗർഭാഗ്യമുള്ള ആളുകളെ ഒന്ന് ചെവി തുറന്ന് കേൾക്കണേ. നിങ്ങൾ മുസ്ലിമീങ്ങളാണെങ്കിൽ, ഈമാനുണ്ടെങ്കിൽ അത്ര മതി. ഹബീബിന് എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരെ, 1,00,000 കൂലി മക്കത്തല്ലേ മദീനത്ത് 1000 ഉള്ളൂ എന്ന് ചോദിക്കുന്നവരെ, മക്കത്ത് 1,00,000 ഉണ്ടെന്ന് നിനക്ക് പറഞ്ഞു തന്നതാരാണ്? മദീനയിൽ കിടക്കുന്ന ഹബീബല്ലേ. അവിടത്തോട് നന്ദി വേണ്ടേ, നന്ദി വേണ്ടേ? ഹബീബായ നബി തങ്ങൾ ബിലാൽ എന്നവരോട് സ്വപ്നത്തിൽ വന്ന് ചോദിക്കുകയാണ്, ഹജർതനായ ബിലാൽ മാ ഹാദിഹിൽ ജഫാഉ യാ ബിലാൽ അമാ തസൂറുനാ. ബിലാലേ, നിങ്ങൾ എന്നോട് പിണങ്ങിയോ ബിലാലേ? ഹജർതന, എന്നെ ഒഴിവാക്കിയോ ബിലാലേ? മാ ഹാദിഹിൽ ജഫാഉ യാ ബിലാൽ, എന്താ ബിലാലേ ഈ പിണക്കം? എന്താണ് ഈ പിണക്കം? അമാ തസൂറുനാ, അമാ തസൂറുനാ, എന്നെ വന്ന് കാണാൻ വരുന്നില്ലേ ബിലാലേ? നിങ്ങൾ എന്താണ് എന്റെ അരികത്തേക്കൊന്ന് വരാത്തത്? ഹബീബ് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോക പ്രശസ്തമായ സംഭവമല്ലേ ഇത്? മുഅർരിഖീങ്ങൾ മുഴുവൻ ആളുകളും രേഖപ്പെടുത്തിയ സംഭവമല്ലേ ഇത്? യാ മൻ യഇസ്സു അലൈനാ അൻ നുഫാരിഖഹും വിജ്ദാനുനാ കുല്ല ശൈഇൻ ബഅദകും അദമു. ബിലാലേ, എന്നെ കാണാൻ എന്താ വരാത്തത്? എന്നോട് സലാം പറയാൻ എന്താ വരാത്തത്? എന്റെ റൗദയിലേക്കൊന്ന് വന്ന് സലാം എന്താ പറയാത്തത്? ഹബീബിന് പിണക്കം തോന്നി. എന്റെ ബിലാൽ എന്തേ എന്നെ കാണാൻ വരാത്തത്? ആ രാത്രിക്ക് രാത്രി എഴുന്നേറ്റു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. നോക്കുമ്പോൾ സുബ്ഹിയായിട്ടില്ല. വേഗം വുദു എടുത്തു, 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ കരയാൻ തുടങ്ങി. ഭാര്യ ചോദിച്ചു, എന്താണ് ബിലാലേ നിങ്ങൾ ഇന്ന് എഴുന്നേറ്റിരുന്ന് കരയുന്നത്? എന്റെ ഹബീബ് എന്നോട് ചോദിച്ചു, ബിലാലേ, വർഷങ്ങൾ എത്രയായി നിങ്ങൾ മദീനയിൽ വന്നു പോയിട്ട്, നിങ്ങൾ എന്താണ് എന്നെ കാണാൻ വരാത്തത് ബിലാലേ? ഞാൻ മദീനത്തേക്ക് പോവാണ്. 2000-ഓളം കിലോമീറ്റർ യാത്ര ചെയ്യണം. ഫ്ലൈറ്റുകളില്ല, ബസ്സുകളില്ല, കാറില്ല, ഒട്ടകപ്പുറത്തോ നടന്നിട്ടോ വേണം പോകാൻ. മദീന വരെ ഞാൻ പോകുന്നു. ഈ പോക്ക് ഹബീബ് വിളിച്ചുള്ള പോക്കാണ്. മരണാനന്തരം ഹബീബിന്റെ സ്വപ്നത്തിൽ വന്നുള്ള വിളിയാണിത്. ഈ ഉമ്മത്തിന് തർബിയത്ത് ചെയ്യുകയാണ് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തുൽ ഫജ്ർ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞു. ബിലാൽ എന്നവരെ യാത്ര പുറപ്പെടുകയാണ്. ഒട്ടകം ഒരുക്കി വെച്ചു. ഞാൻ പോകുന്നു മദീനയിലേക്ക്. ഈ പോക്ക് വെറുതെയുള്ള പോക്കല്ല. മദീനയിലെ അമീർ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കാണാനുള്ള പോക്കല്ല. ഈ പോക്ക് ഹബീബിനോട് സലാം പറയാനുള്ള പോക്കാണ്. ഇത് റൗള ഷരീഫിൽ ചെന്ന് മുത്തം നൽകാനുള്ള പോക്കാണ്. ഇത് ഹബീബിന്റെ പരിശുദ്ധമായ നെറ്റിത്തടം സാധ്യമല്ല. ആ പരിശുദ്ധമായ റൗളയിൽ ചെന്ന് ഹബീബിനോട് 1000 സലാം അടുത്തെന്ന് പറയാനുള്ള പോക്കാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഹബീബിന്റെ ജീവിതം അയവിറക്കാനുള്ള പോക്കാണ്. മദീനയിലേക്ക് യാത്ര തിരിച്ചു മുഅദ്ദിനു റസൂലില്ലാഹ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ദിവസങ്ങളെടുത്തുള്ള യാത്ര. 40 ദിവസം കഴിഞ്ഞിട്ടാണ് മദീനയിൽ എത്തുന്നത് എന്നാലോചിക്കണം. 40 ദിവസത്തെ യാത്ര. വൺ സൈഡാണ് 40, തിരിച്ച് 40, തിരിച്ചു പോകണം. ആ പരിശുദ്ധമായ യാത്രക്കൊടുവിൽ മദീനയിൽ വന്നു. മദീനയിലെത്തുമ്പോൾ അത് സുബ്ഹി നേരമാണ്. പള്ളിയിൽ ആരുമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു ഒറ്റക്ക്.
നോക്കുമ്പോൾ സുബഹിക്ക് വാങ്ക് വിളിക്കാൻ നേരമായിട്ടുണ്ട്. ജസല്ലാഹു ത്വരീഖ ഇലൈക ഖൈറൻ വഇൻ കുന്നാ തഅബ്നാ ഫിത്ത്വരീഖി. എത്ര ദൂരം വഴി നടന്നിട്ടാണ് ഈ വരുന്നത്. ആ വഴിയിലെ ക്ഷീണമെല്ലാം മറന്നു ആരെ കാണാനാണ് ഈ പോകുന്നത്? സ്നേഹഭാജനമായ മെഹബൂബായ റസൂലുള്ളാഹ്. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ വഫൗഖല്ലദി വകുല്ലുല്ലദി ഫൗഖത്തുറാബി തുറാബു. വളരെ മനോഹരമായ കവിതയാണത്. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ വകുല്ലുല്ലദി ഫൗഖത്തുറാബി തുറാബു. സ്നേഹം, അനുരാഗം, ആ ആത്മീയമായ പ്രേമം അത് സത്യസന്ധമാണ്. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ. സ്നേഹം സത്യസന്ധമാണെങ്കിൽ ആ സ്നേഹത്തിനിടയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ എളുപ്പമാണ്. ഇത് ഭൗതികമായ അന്യ പെണ്ണിനോടൊരു അന്യാണിന് തോന്നുന്ന നിസ്സാരമായ പൈശാചികമായ സ്നേഹത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇദാ സ്വഹ മിൻകൽ വുദ്ദു ഫൽകുല്ലു ഹയ്യിനുൻ. ഭൗതികമായ മനുഷ്യ ശരീരത്തോട് തോന്നുന്ന പൈശാചികമായ ഒരു അനുരാഗത്തിനപ്പുറത്ത് ആത്മാവിനോട് സ്നേഹിക്കുന്നത്, ആത്മികമായ ലോകത്ത് മനുഷ്യൻ നടത്തുന്ന സ്നേഹത്തിന്റെ സാഗരത്തിൽ ഊളിയിട്ടാറുന്നത്. മഹാനായ ബിലാൽ തങ്ങൾക്ക് മണ്ണിന്റെ മീതെയുള്ള എന്തും പിന്നെ മണ്ണ് പോലെ നിസ്സാരമാണ്. എല്ലാം തരണം ചെയ്ത് ഹബീബിന്റെ മദീനയിലേക്ക് വന്നിരിക്കുന്നു. ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ, ഹാദിഹി ത്വയ്ബ. അൽമദീനതു തംഫി ഖബതഹാ കമാ തംഫിൽ കീറു ഖബതൽ ഹദീദ്. തുരുമ്പിയ ഇരുമ്പിനെ തീയിൽ വെച്ച് ഉലയിൽ വെച്ച് കാച്ചിയെടുത്താൽ ഇരുമ്പിന്റെ തുരുമ്പ് ഇല്ലാതെയായി പോകുന്ന പോലെ മദീനയോട് യോജിക്കാത്ത മുഴുവൻ മാലിന്യങ്ങളെയും മദീന തുടച്ചു മാറ്റും. മദീനയിലെത്തുന്നത്, പരിശുദ്ധമായ ഹബീബിന്റെ മദീനയിലെത്തുന്നത്, ഈമാനിന്റെ വെളിച്ചത്തിൽ അവിടെ സംഗമിക്കാൻ കഴിയുന്നത് മദീനയുടെ മണ്ണിനോട് സമഞ്ജസമായി മേളിക്കുന്ന ഈമാനിന്റെ വെളിച്ചമാണത്. അതാണതിന്റെ അടയാളം. ബിലാൽ എന്നവര് പള്ളിയിലേക്ക് കയറുന്നു. ഹബീബായ നബി തങ്ങളെ എത്രയാണ് മെഹ്റാബിൽ ബിലാൽ എന്നവര് കണ്ടത്. അവിടെ ഹബീബി പുറത്ത് കിടക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെയുണ്ട് ഒരാൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇപ്പുറത്ത് കടക്കാനുള്ള ഉമർ എന്നവർ ജീവിച്ചിരിപ്പുള്ള കാലമാണിത്. ബിലാൽ ഇബ്നു റബാഹ് എന്നവര് സുബഹിയുടെ വാങ്കിന് കാത്തിരിക്കുകയാണ്. മുഅദ്ദിന് വരുന്നില്ല. നോക്കണം അല്ലാഹുവിന്റെ ഒരു തീരുമാനം. അന്ന് വരാനുള്ള മുഅദ്ദിൻ ഉറങ്ങി, ഉറക്കിൽപ്പെട്ടുപോയി, ഉറങ്ങി എണീറ്റിട്ടില്ല. പള്ളിയിലാണെങ്കിൽ ആരും വന്നിട്ടില്ല. ബിലാൽ തങ്ങൾ 40 ദിവസത്തെ യാത്ര കഴിഞ്ഞ് പള്ളിയിലേക്ക് കയറുന്നത് സുബഹിക്ക് മുമ്പ്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, മുനാരത്തിന്റെ സ്റ്റെപ്പുകളങ്ങ് കയറി ചെന്നു. ഹബീബായ നബി തങ്ങളുള്ള കാലത്ത് താഴെ വീട്ടിൽ ഹബീബിരിക്കുമ്പോ മനോഹരമായി വിളിച്ചിരുന്ന വാങ്കുലി ഒരിക്കലൂടെ വിളിക്കാൻ മുഅദ്ദിൻ വരാത്തതിന്റെ പേരിൽ അത് അല്ലാഹു ചെയ്ത ഒരു തീരുമാനം. ബിലാൽ എന്നവരാരും പറയാതെ മദീന പള്ളിയുടെ മുനാരത്തിലേക്ക് കയറുകയാണ്. അന്ന് സുബഹിക്ക് സ്വഹാബിമാര് ഞെട്ടിത്തരിച്ചുപോയി. ബിലാൽ എന്നവർ വരുന്നതാരും ഓർത്തില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മനോഹരമായ വാങ്കിന്റെ ശബ്ദം മദീനയിൽ മുഴങ്ങുകയാണ്. അത് രാത്രിയുടെ നിശബ്ദതയാണ്. പ്രഭാത സൂര്യൻ ഉദിക്കാനും മണിക്കൂറേ ബാക്കിയുള്ളൂ. സുബ്ഹയായി തുടങ്ങിയിരിക്കുകയാണ്. അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന് വിളിച്ചു പറയുന്ന പരിശുദ്ധമായ സുബ്ഹയുടെ വാങ്കുലിയാണത്. മഹാനായ ബിലാൽ എന്നവരെ വാങ്കാരംഭിച്ചു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 തവണ പറഞ്ഞപ്പോഴേക്കും മദീനയുടെ ചുറ്റുമുള്ള ഹബീബിന്റെ പള്ളിക്ക് ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും കരച്ചിലായിട്ട് പുറത്തു വരുന്നു. ആരാണ് ഈ വാങ്ക് വിളിക്കുന്നത്? ബിലാലോ?
ബിലാൽ വന്നോ തിരിച്ചു വന്നോ, ഹബീബ് വഫാത്തായതിൽ പിന്നെ ഇനി ഒരിക്കലും ഞാൻ മദീനത്ത് നിൽക്കുന്നില്ല, എനിക്ക് നിൽക്കാൻ കഴിയില്ല, കരയാതിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു പോയ ബിലാൽ തിരിച്ചു വന്നോ എന്ന് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്വഹാബിമാരും സ്വഹാബിയാത്തുകളും വീട്ടിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. ആ വാങ്കുലി കേട്ടപ്പോ ഓരോരുത്തരും കരച്ചില് ഓടിക്കൂടുന്നു, പള്ളിയുടെ അരികത്തേക്ക് വരുന്നു. ബിലാൽ എന്നവർ പറയാൻ തുടങ്ങി, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അഷ്ഹദു അന്ന മുഹമ്മദൻ, ആ വാക്ക് പൂർത്തിയാകുമ്പോഴേക്കും ഖർറ മഗ്ശിയൻ അലൈഹി, ബോധരഹിതനായി വീഴുകയാണുണ്ടായത്. ബോധരഹിതനായി വീണു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, ബോധരഹിതനായി വീണു. വാങ്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സ്വഹാബിമാരോടി വന്നു ആ മുനാരത്തിൽ നിന്ന് ബിലാൽ എന്നവരെ താങ്ങി പിടിച്ചാണ് കൊണ്ടുവന്ന് പരിശുദ്ധമായ പള്ളിയുടെ റൗദയിൽ കൊണ്ടുവന്ന് കിടത്തിയത്. ബിലാൽ ഇബ്നു റബാഹ് എന്നവരെ. എന്തായിരുന്നു ആ അനുരാഗം, എന്താണ് ആ സ്നേഹം, എന്താണ് ആ സ്നേഹം? ഹബീബായ നബി തങ്ങളെ പിൻപറ്റലാണ് സ്നേഹം. തീർച്ചയായും അവ്വലൻ വആഖിറൻ അൽ ഇത്തിബാഉ ഹിയൽ മഹബ്ബ, ഹബീബിനോടുള്ള ഇത്തിബാ, അത് ആ സ്നേഹം നബിയെ പിൻപറ്റൽ തന്നെയാണ്. എന്നാൽ അത് മാത്രമാണോ സ്വഹാബിമാർ ഹബീബിനോട് കാണിക്കുന്ന ഈ അനുരാഗത്തിന്റെ പ്രതിഫലനങ്ങൾ ഒന്ന് ഓർത്തു നോക്കൂ. മഹാനായ ഉമർ എന്നവരെ റളിയല്ലാഹു അൻഹു, ഹബീബ് വഫാത്ത എന്ന് പറഞ്ഞാൽ തല ഞാൻ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞ വാക്ക് നമുക്ക് മറക്കാനായോ? ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്കൊലിയുടെ അഷ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറയാൻ കഴിയാതെ, ഹബീബിന്റെ പേരുച്ചരിക്കാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധം കെട്ടു വീണുപോയി മദീനയുടെ പള്ളിയിൽ. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബോധം തെളിഞ്ഞു. ഹബീബായ നബിയുടെ റൗളയിൽ കുറെ നേരം ഇരുന്നു. സ്വഹാബികളൊക്കെ നോക്കി നിൽക്കുകയാണ്. ബിലാൽ എന്നവർക്ക് 67 വയസ്സായിട്ടുണ്ടപ്പോഴേക്കും അവിടെ കുറെ നേരം ഇരുന്നു. കുറെ കരയുന്നുണ്ട്, എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട്. ഹബീബിനോടുള്ള ആത്മഹർഷം അറിയിക്കുകയായിരിക്കാം. ഇത് ഹബീബ് വിളിച്ചു വന്ന വരവാണിത്. ഇത് ഹബീബ് നേരിട്ട് വിളിച്ചതാണിത്. തിരുസവിധത്തിലേക്ക് ഹബീബ് നേരിട്ട് വിളിച്ച വിളിയാണിത്. ആ വിളി നിരസിക്കാനാവുമോ? ബിലാൽ എന്നവരവിടെ കടന്നു വന്നു. ഹബീബിന്റെ റൗളയിൽ ഒരുപാട് നേരം ഇരുന്നു. എന്തൊക്കെയോ ചൊല്ലിപ്പറയുന്നുണ്ട്. ഒരുപാട് നിസ്കരിച്ചു. ആ മിഹ്റാബും മിമ്പറും ഒക്കെ ഒന്ന് നോക്കി. ഹബീബിന്റെ കൂടെ കഴിഞ്ഞ കാലമൊക്കെ ഓർത്തിരിക്കുകയാണ്. ജന്നത്തുൽ ബഖീഉണ്ട്, അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുന്നു. കൂട്ടുകാരൊരുപാട് അവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്തു. ബിലാൽ ഇബ്നു റബാഹ് എന്നവർ ഹബീബിനോട് യാത്ര പറഞ്ഞ് ഷാമിലേക്ക് തിരിച്ചു പോകുന്നു. ബിലാൽ ഇബ്നു റബാഹ് മുഅദ്ദിനു ഹാദിഹിൽ ഉമ്മ, മരണശയ്യയിൽ കിടക്കുകയാണ്. വഫാത്ത് ആസന്നമായ നേരത്തെ കവിത പോലെ മനോഹരമായ വാക്യങ്ങൾ ചൊല്ലിയ ആളാണ് ബിലാൽ എന്നവരെ. തന്റെ ഭാര്യ ഹിന്ദ് റളിയല്ലാഹു അൻഹാ, ഇത് ഹിന്ദ് ബിൻത് ഉത്ബയല്ല, അത് അബൂ സുഫിയാൻ എന്നവരുടെ ഭാര്യ മറ്റൊരു ഹിന്ദ്. ബിലാൽ എന്നവരുടെ ഭാര്യയായ ഹിന്ദ് റളിയല്ലാഹു അൻഹാ, ബിലാൽ എന്നവർക്ക് സക്കറാത്ത് വന്നപ്പോൾ കരഞ്ഞുപോയി. യാ ബിലാല യാ കർബാ അലാ ഫിറാഖിക യാ ബിലാൽ. ബിലാലേ, നിങ്ങൾ എന്നെ ഒറ്റക്കാക്കി പോവുകയാണോ ബിലാലേ? അങ്ങയുടെ മരണം ഓർക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത വേദന തോന്നുന്നു എന്ന് പറഞ്ഞ് ഭാര്യ ഹിന്ദെന്നവർ കരഞ്ഞപ്പോ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി വരുന്നു. ഗദൻ നൽഖൽ അഹിബ്ബാ, ഗദൻ നൽഖൽ അഹിബ്ബാ മുഹമ്മദൻ വസ്വഹ്ബാ. അത് കവിതയാണെന്ന് തോന്നിപ്പോകും. ഗദൻ നൽഖൽ അഹിബ്ബാ, ഇന്ന് മരിക്കുകയാണെങ്കിൽ നാളെ നേരം പുലർന്നാൽ ഞാൻ എന്റെ മെഹബൂബീങ്ങളെ കാണാനല്ലേ പോകുന്നത്. എന്തിനാ കരയുന്നത്?
ഇഷ്ടപ്പെട്ടവരെ കാണാൻ പോകുമ്പോ ആരെങ്കിലും കരയാറുണ്ടോ? ആരാണ് ആ ഹിബ്ബത്ത്, ആരാണ് ആ മെഹബൂബുകൾ? മുഹമ്മദൻ വസ്വഹ്ബാ, അത് മുഹമ്മദ് നബിയാണ്, അവിടുത്തെ സ്വഹാബികളാണ്. മരണം ആസന്നമായാൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സ്വബാഹിൻ ഇലന്നാർ എന്ന് മുആദ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത പോലെ ഒരു മനുഷ്യൻ രാവിലെ മറവ് ചെയ്യപ്പെട്ടാൽ ആ രാവിലെ മുതൽ ഒന്നുകിൽ സ്വർഗമാണ് അല്ലെങ്കിൽ നരകമാണ്. അല്ലാഹു ഖബറിടം നമുക്ക് സ്വർഗമാക്കി തരട്ടെ, ഉഖ്റവിയായ ജീവിതം സന്തോഷമാക്കി തരട്ടെ. മരണപ്പെടുന്നതോടുകൂടെ ഹബീബിനെയും സ്വഹാബികളെയും കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകട്ടെ. ബിലാൽ എന്നവർ 2 കണ്ണും ചിമ്മി പുഞ്ചിരിച്ചുകൊണ്ടാണ് മരിച്ചത്. ഈ വാക്കുകളാണ് പറഞ്ഞത് അവസാന കാലം. ഗദൻ നൽഖൽ അഹിബ്ബാ മുഹമ്മദൻ വസ്വഹ്ബാ വലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്രയാണ് ഹബീബിന് വേണ്ടി വാങ്ക് വിളിച്ചത്. അതുകൊണ്ട് മുഅദ്ദിനുമാരെ നമ്മൾ ആദരിക്കാനും ബഹുമാനിക്കാനും കടപ്പെട്ടവരാണ്. അവർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്നുണ്ടാകാം. മുഅദ്ദിനുമാർ നിയ്യത്ത് അല്ലാഹുവിന് വേണ്ടിയാക്കുക. മുഅദ്ദിനെ മാത്രം കാത്തു നിൽക്കരുത്. അവർക്ക് എന്തെങ്കിലും അസൗകര്യമുണ്ടോ? ആരെങ്കിലും അവിടെ നിന്ന് വാങ്ക് അറിയുന്നവരെ മനോഹരമായത് കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ മുഅദ്ദിനുമാർക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ടെന്നും വെളിച്ചത്തിന്റെ കിരീടം അണിയിക്കപ്പെടുന്നുണ്ടെന്നും മനുഷ്യരിൽ ഏറ്റവും ആയം കൂടുതലുള്ളവർ, ശരീരം ഹൈറ്റുള്ളവരെ, കഴുത്തിന് ഹൈറ്റ് കൂടുതലുള്ളവര് മുഅദ്ദിനുമാരാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു നൽകട്ടെ, നമ്മുടെ വിശ്വാസം അല്ലാഹു ഉറപ്പിച്ചു നൽകട്ടെ. ഈ വിശുദ്ധ വചനത്തിൽ അടിയുറച്ച് സൽകർമ്മങ്ങൾ ചെയ്ത് നല്ലവരായി ജീവിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബി